ആരംഭിക്കാം. സബ്കോ നമസ്കാർ. കഴിഞ്ഞ ദിവസത്തെ പാഠം വായിച്ചു നോക്കിയായിരുന്നോ? നോക്കിയായിരുന്നു. ഏതാ നമ്മുടെ കവിതയാണെങ്കിൽ നമുക്ക് എടുക്കാനുള്ളത് അല്ലേ? കവിത പുസ്തകം കയ്യിലുണ്ടോ? അപ്പോൾ ഉണ്ട്. ഇല്ലെങ്കിൽ സ്ക്രീനിൽ സ്ക്രീനിലും പുസ്തകം കാണുന്നുണ്ടല്ലോ. കാണാം. ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം കേട്ടോ. നോട്ട് ബുക്ക് പേനയൊക്കെ കയ്യിൽ വേണം. നോക്കൂ, കവിത നോക്കൂ. ഹതാശാസേ ഏക് വ്യക്തി ബൈറ്റ് കയ്യാത്ത. അതാണ് ഇന്ന് നമ്മൾ എടുക്കുന്ന പാഠം. आज का पाठ है हताशा से एक व्यक्ति बैठ गया था. मैंने पहले कविता जरा पढ़ेंगे. देखिए, हताशा से एक व्यक्ति बैठ गया था. व्यक्ति को मैं नहीं जानता था, हताशा को जानता था. इसलिए मैं उस व्यक्ति के पास गया. मैंने हाथ बढ़ाया. मेरा हाथ पकड़कर वो खड़ा हुआ. मुझे वो नहीं जानता था, मेरे हाथ बढ़ाने को जानता था. हम दोनों साथ चले. दोनों एक दूसरे को नहीं जानते थे, साथ चलने को जानते थे. കുറേ പ്രാവശ്യം വായിക്കണം. ഞാൻ പറഞ്ഞ 8-10 പ്രാവശ്യം വായിക്കണം കേട്ടോ പാഠഭാഗം മൊത്തം. ഇതിൽ അർത്ഥം അറിയാത്ത വാക്കുകൾ ഏതെങ്കിലും ഉണ്ടോ? ഇനിയും അർത്ഥം അറിയാത്ത വാക്കുകൾ, കഠിന ശബ്ദം ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു. ഏതെങ്കിലും വാക്ക് ആർക്കെങ്കിലും ഇല്ല? നിങ്ങൾ മറുപടി പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾ മറുപടി പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. അറിയാത്ത ഏതെങ്കിലും വാക്കുണ്ടോ? ഹതാശ മാനെ നിരാശ. അല്ലെങ്കിൽ ആപത്ത് പറ്റിയ, അപകടം പറ്റിയ, ഘായൽ പടി, മുറിവ് പറ്റിയ എന്നൊക്കെ ഉള്ള അർത്ഥം ഹതാശ. तो कविता का आशय जरा देखिए. हताशा से एक व्यक्ति बैठ गया था. कवि कहता है, मैंने एक हताश व्यक्ति को देखा. सड़क के किनारे या किसी जगह पर या पेड़ के नीचे किसी स्थान पर एक हताश व्यक्ति को, एक निराश व्यक्ति को, एक घायल पड़े व्यक्ति को मैंने देखा. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? കവി പറയുകയാണ്, ഞാൻ ഹതാശനായ, ആപത്ത് പറ്റിയ ഒരാളെ കണ്ടു. വ്യക്തിക്കോ മേ നഹി ജാൻതാ താ, ഹതാശ കോ ജാൻതാ താ. കവി कहता है वो व्यक्ति को मैं नहीं जानता था, मेरा परिचय व्यक्ति नहीं था. ജാനിന എന്തായിരിക്കും അർത്ഥം? ഇവിടെ നോക്കി ഈ വാക്ക്. അറിയുക. അറിയുക എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തിൽ ഉദ്ദേശിക്കുക? അറിയുക. ഇരളം സ്കൂൾ ഞാൻ അറിയും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുക? പറയും, ഉത്തരം പറയും. ഇരളം സ്കൂൾ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുക? എന്തൊക്കെ കാര്യങ്ങൾ പരിചയം ഉണ്ടാവും? ആ സ്ഥലം, ആ സ്കൂൾ എവിടെ, ഇരളത്ത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അതിൽ എത്ര ബിൽഡിംഗ് ഉണ്ട്, എത്ര അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ട്, എത്രമാത്രം കുട്ടികളുണ്ട്, ഓരോ ക്ലാസ് എവിടെയാണ്, എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നത് അല്ലേ? അതിൻ്റെ കളിസ്ഥലം എവിടെയാണ്, എത്ര സ്ഥലമുണ്ട്, എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, റഫീഖിനെ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മനസ്സിലാക്കുക? എന്തൊക്കെ പരിചയമുണ്ടെന്നായിരിക്കും. റഫീഖിനെ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ റഫീഖിന്റെ എന്തെല്ലാം കാര്യങ്ങൾ എനിക്കറിയാം എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഉസ്കാ ആയു മാലൂം ഹെ. उसका घर कहाँ है, उसके संबंध में मालूम है. और उसके माता पिता कौन है, അല്ലേ? അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാം അല്ലേ? അവന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യുന്നു, ക്യാ കാം കർത്താ ഹേ, കിസ് ജാതി മേ പഠിത്താ ഹേ അല്ലേ? ഏത് ജാതിയിൽപ്പെട്ടതാണ്, മതത്തിൽപ്പെട്ടതാണ്, അവൻ എന്ത് ചെയ്യുന്നു, അവൻ്റെ പദവി എന്താണ്, അവൻ്റെ പേരെന്താണ്, അച്ഛനമ്മമാരെന്താണ് അല്ലേ, അവൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണ്, അവൻ്റെ സ്വഭാവം എങ്ങനെയാണ്. ഇസി പ്രകാർ ഈ സബി ജാൻകാരി ജാനിനൊക്കെ അന്തർഗതാത്തേക്ക് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ എന്തൊക്കെ കാര്യമാണ്, പേരെന്താണ് അല്ലേ, നെയിം, പിന്നെ ഉസ്കെ മാതാപിത, അച്ഛനും അമ്മയും ആരാണ് അല്ലേ, പേരൻസിനെ കുറിച്ചുള്ള വിവരം ഉണ്ടാകും. ഉസ്കാ ജാതി, റിലീജിയൻ,
ഏത് ജാതിയിൽ മതത്തിൽ പെട്ടു, ഏത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നു, ഉസ്കാ കാം അല്ലെങ്കിൽ അവൻ്റെ പദവി, പൊസിഷൻ, അല്ലേ, ഉസ്കാ ക്യാരക്ടർ, അവൻ്റെ സ്വഭാവം, ഇതൊക്കെ അറിയുന്നതിനെയാണ് എന്ത് പറയുക, അറിയുക എന്നുള്ള ശബ്ദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഒരാളെ കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കവി कहता है व्यक्ति को मैं नहीं जानता था, वो हताश व्यक्ति को मैं नहीं जानता था. ആ നിരാശനായിരിക്കുന്ന അപകടം പറ്റിയ വ്യക്തിയെ എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ പേരോ ഊരോ ഏത് ജാതിയിൽപ്പെട്ടെന്നോ എവിടുത്തുകാരനെന്നോ എന്ത് ചെയ്യുന്നയാളെന്നോ ഇതൊന്നും എനിക്കറിയില്ല. लेकिन कभी कहता है हताशा को जानता था, व्यक्ति को नहीं जानता था, हताशा को जानता था. ആപത്ത് പറ്റിയവനെ എനിക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞാലോ, वो व्यक्ति को देखते समय मुझे मालूम हो गया उसमें कोई आपत्ति में पड़ा है, वो निराश है. ഒരു മനുഷ്യനെ കാണുമ്പോൾ നമ്മൾക്ക് മുഖത്ത് നോക്കുമ്പോൾ അറിയാം അയാൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ, എന്തെങ്കിലും കുറവ് പറ്റിയോ, ഇല്ലേ? അങ്ങനെ കാണാൻ അറിയാൻ പറ്റിയല്ലേ? കവി പറയുകയാണ്, കവി ഇവിടെ പറയാണ്, ഇല്ലേ, ഹതാശാക്കോ ജാൻതാത്ത. കവി ഇവിടെ ജാനിന എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ അർത്ഥമല്ല, അയാൾക്ക് എന്താണ് കുറവ് എന്ന് മനസ്സിലാക്കുക. മനസ്സിലാക്കുക അറിയുന്നതിനെയാണ് കവി ജാനിന എന്ന് പറയുന്നത്. അപ്പോൾ ജാനിന എന്ന് പറയുന്ന വാക്കിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നതാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. അവൻ്റെ പേര്, ഊര്, വിലാസം, അച്ഛനമ്മമാര്, സാമ്പത്തിക സ്ഥിതി, ജാതി, മതം, പദവി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ കവി പറയുകയാണ്, एक हताश व्यक्ति को देखकर हमें मालूम होता है वो हताश है, അല്ലേ? നമ്മൾ റോഡിൽ അപകടം പറ്റിയ ഒരാളെ കാണുകയാണെങ്കിൽ നമുക്കറിയാം അയാൾക്ക് അപകടം പറ്റിയതാണ്, അയാൾക്ക് സഹായം ആവശ്യമുണ്ട്. അതിനെയാണ് കവി ജാനിന എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയോ? ജാനിനയുടെ അർത്ഥം ജാനിന എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെക്കുറിച്ച് സർവ്വ വിവരങ്ങളും അറിയുക എന്നുള്ളതാണ്. എന്നാൽ കവി പറയുകയാണ്, ജാനിന എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാൾക്ക് എന്താണ് ന്യൂനത, കുറവ്, അത് മനസ്സിലാക്കുകയാണ് അറിയുക എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുക. इसलिए मैं उस व्यक्ति के पास गया, कवि कहता है वो हताश व्यक्ति को देखकर मुझे मालूम हो गया वो हताश है, उसकी സഹായത की आवश्यकता है, അയാൾക്ക് സഹായത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് मैं उसके पास गया, ഞാൻ അയാളുടെ അടുത്ത് ചെന്നു. मैंने हाथ बढ़ाया, मैंने उसकी ओर हाथ बढ़ाया, सहायता किया. मेरा हाथ पकड़कर वो खड़ा हुआ, वो हताश होकर बैठे हुए व्यक्ति कवि की हाथ पकड़कर खड़े हुआ. मुझे वो नहीं जानता था, मेरे हाथ बढ़ाने को जानता था. वो अपरिचित व्यक्ति को मुझे भी नहीं जानता था. कवि कहता है कवि को वो व्यक्ति हताश व्यक्ति नहीं जानता था. ആ വ്യക്തിയും എന്നെ അറിയില്ലായിരുന്നു, ഞാനും ആ വ്യക്തിയെ അറിയില്ലായിരുന്നു. लेकिन पहले दृष्टि में मुझे मालूम हो गया वो व्यक्ति हताश है. जानने का मतलब इतना होता है, एक व्यक्ति को देखकर हमें मालूम होना चाहिए, उसकी भाव से हमें मालूम होता है वो हताश है, उसे हमारी मदद की, सहायता की आवश्यकता है. मेरे हाथ बढ़ाने को जानता था, हम दोनों साथ चले. मैं हाथ बढ़ाने को जानता था. कभी कहता है हाथ बढ़ाना माने सहायता करना. एक हताश व्यक्ति को सहायता करना मैं जानता था. അപരിചിതനായിട്ടുള്ള വ്യക്തിയെ സഹായിക്കാൻ എനിക്കറിയുമായിരുന്നു. ഹം ദോനോ സാത്ത് ചലേ, സാത്ത് ചലന ഒപ്പം നടക്കുക. ഹം वो हताश व्यक्ति मेरे साथ चले, हम दोनों एक दूसरे को नहीं जानते थे. हम ഞങ്ങൾ പരസ്പരം അറിയില്ലായിരുന്നു. സാത്ത് ചലനെ കോ ജാൻതേ थे, പക്ഷെ ഒപ്പം നടക്കാൻ അയാൾക്ക് അറിയുമായിരുന്നു. ആശയം ക്ലിയർ ആയോ? അതാണ് കവിതയുടെ ആശയം എന്ന് പറയുന്നത്. വളരെ ലഘുവായിട്ടുള്ള കവിതയാണ്, നിസ്സാരമായിട്ടുള്ള കവിതയാണ്. അതിൽ വളരെ ഗഹനമായ അർത്ഥമുണ്ടെങ്കിൽ കൂടി വളരെ ലളിതമായ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒറ്റ വായനയിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പം അതിൽ പ്രധാനം ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ജാനിന എന്ന് പറയുന്ന വാക്ക്. അതിനാണ് കവി കൂടുതലും ഊന്നൽ കൊടുത്തിരിക്കുന്നത്. ജാനിന എന്ന് പറയുന്ന വാക്കിൻ്റെ
ഭാഷാപരമായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സർവ്വ വിവരങ്ങളും അറിയുക എന്നുള്ളതാണ്. എന്നാൽ കവി പറയുകയാണ് അറിയുക എന്നുള്ളതിൻ്റെ ആശയം ഒരു വ്യക്തിക്ക് നമുക്കുടെ സഹായം ആവശ്യമാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുകയാണ് അറിയുക എന്ന വാക്കിൻ്റെ. ഇനി കവിതയുടെ ടിപ്പണിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് പഠിക്കാനുള്ളത് ടിപ്പണിയായിരുന്നല്ലോ. അപ്പോൾ ടിപ്പണി എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം നമ്മൾ? ഒരു ടിപ്പണി എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം നമ്മൾ? കവിതയുടെ ആശയം അറിയണം. പിന്നെ ആരാണ് എഴുതിയതെന്ന് അറിയണം. പിന്നെ അതിന്റെ അർത്ഥം അറിയണം. ഞാൻ പറയാം പ്രധാനപ്പെട്ട. ഇപ്പൊ ബോർഡിൽ നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ട്? എന്തൊക്കെയോ എഴുതിയത് കാണുന്നുണ്ട് അല്ലേ? വായിക്കാൻ പറ്റുന്നുണ്ടോ? ചെറിയ അക്ഷരമായതുകൊണ്ട് മൊബൈലിൽ കാണൽ പ്രയാസമാണോ? ഇപ്പൊ നോക്ക, ഒരു ടിപ്പണി എഴുതുമ്പോൾ കുറെ ഘടകങ്ങൾ, കുറെ പോയിന്റ്സ് ആവശ്യമുണ്ട്. നോട്ട് ബുക്കിൽ നിങ്ങൾ പേനായി കൊണ്ട് കുറിച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം മൊബൈലിൽ, അല്ലെങ്കിൽ നോട്ട് ബുക്കിൽ ഇപ്പം തന്നെ നോക്കിയിട്ട് കുറിച്ച് വെക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, ആമുഖം. ആമുഖം എന്ന് പറഞ്ഞാൽ ആമുഖം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഏത് കാര്യം എഴുതുമ്പോഴും അതിനൊരു ആമുഖം ഉണ്ടായിരിക്കണം അല്ലേ? ആമുഖം എന്ന് പറഞ്ഞാൽ അതിൽ എഴുതുന്ന കാര്യങ്ങൾ കവി, കവിതാക്ക, പരിചയം. കവിയെക്കുറിച്ചും കവിതയെക്കുറിച്ചും പരിചയപ്പെടുത്തുക. ഇപ്പോൾ ഒരു ടിപ്പണി എഴുതുമ്പോൾ ആദ്യത്തെ പോയിന്റ്, ആദ്യത്തെ പാരഗ്രാഫിൽ എഴുതേണ്ട കാര്യം അതാണ്. ഏതാണ്? കവി ഔർ കവിതാക്ക പരിചയം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നോട്ട് ചെയ്യുന്നുണ്ടല്ലോ, ബുക്കിൽ എഴുതി വെക്കുന്നുണ്ടല്ലോ. ഇനി അടുത്ത കാര്യമാണ് കവിതാക്ക ആശയം. അടുത്ത പാരഗ്രാഫിൽ എഴുതേണ്ട കവിതയുടെ ആശയം, ലഘുവായിട്ടുള്ള, ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നതുപോലെയുള്ള കവിതയുടെ ആശയം. മൂന്നാമത്തെ പോയിന്റാണ് കവിതാക്ക് വിശേഷതായി, ആ കവിതയ്ക്ക് എന്തെല്ലാം പ്രത്യേകതകളുണ്ട് എന്നുള്ള കാര്യം. എന്ന് പറഞ്ഞാൽ പ്രത്യേകതയിൽ വരുന്നതാണ് ബിംബ് വ പ്രതീക്. ബിംബ് വ പ്രതീക്, അതിലുപയോഗിച്ചിരിക്കുന്ന ബിംബങ്ങൾ, പ്രതീകങ്ങൾ. അതായത് ഒരു വസ്തുവിനെ, ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും പദങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനാണ് പ്രതീക്, ബിംബ് എന്നൊക്കെ പറയുക. മനസ്സിലായോ? ഇനി അടുത്ത പോയിന്റാണ് വിശേഷ ശബ്ദോं का പ്രയോഗ. പ്രത്യേക ശബ്ദങ്ങളുടെ, ഇപ്പൊ ഈ കവിതയിൽ നമ്മൾ ജാനിന എന്ന് പറയുന്ന ഒരു ശബ്ദം കണ്ടു അല്ലേ? അതിന്റെ രണ്ട് തരത്തിലുള്ള ഉപയോഗം കണ്ടു. ഇങ്ങനെ സവിശേഷമായ ഏതെങ്കിലും ശബ്ദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ, അത് ഏതർത്ഥത്തിൽ, എങ്ങനെയാണ്, എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതിനെക്കുറിച്ച് വിശദമാക്കുക. അടുത്തത് കവിതാക്ക സന്ദേശ്. ആ കവിതയിൽ നിന്നും കവി നമ്മൾക്ക് തരുന്ന സന്ദേശം എന്താണ്? ഇനി അടുത്ത പോയിന്റ് അപ്ന രായ്. രായ് എന്ന് പറഞ്ഞാൽ അഭിപ്രായം. കവിതയെക്കുറിച്ച് നമുക്കുള്ള അഭിപ്രായം എന്താണ്? ഇത്രയും പോയിന്റ് എഴുതിയെടുത്തോ? എഴുതാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ എഴുതിയാലും മതി. ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ അതിൽ നോക്കിയിട്ട് എഴുതാം. ഇപ്പം വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ആദ്യം എഴുതേണ്ട കാര്യം ഏതാണ്? കവി ഔർ കവിതാക്ക പരിചയം. ഏതാ വേണ്ടത്? കവി ഔർ കവിതാക്ക പരിചയം. കവി ഔർ കവിതാക്ക പരിചയം. കവി ഔർ കവിതാക്ക പരിചയം. നമുക്ക് പാഠപുസ്തകം തന്നെ നോക്കിയാലോ? ഒരു സെക്കൻഡ് ഒന്ന് ഷെയർ ചെയ്തിട്ടെ. ഓക്കെ, അപ്പോൾ പാഠപുസ്തകത്തിലേക്ക് ശ്രദ്ധിക്കുക. നോക്കൂ, പാഠഭാഗം ഒന്ന് നോക്കൂ.
कवि और कविता का परिचय ആമുഖമായിട്ട് കൊടുത്തിരിക്കുന്നതാണ് कवि और कविता का परिचय। विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है। विख्यात माने प्रसिद्ध। किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं। कवि का परिचय दिया है और कविता का परिचय। कविता के अर्थ इतने सहज और साफ है। सहज और साफ माने सिंपल। उन्हें व्याख्या की दरकार नहीं। व्याख्या की दरकार माने व्याख्या की आवश्यकता। कविता की एक व्याख्या की आवश्यकता नहीं। बहुत सरल कविता है, सिंपल कविता है, इसलिए दूसरे व्यक्ति की आवश्यकता ही नहीं। അല്ലേ? ലഘു കവിതയായതുകൊണ്ട് പ്രത്യേകിച്ചൊരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല। सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कह देते हैं. സരളമായിട്ടുള്ള ശബ്ദങ്ങൾ ആ കവിതയുടെ മർമ്മം തന്നെ നമ്മളെ കാട്ടിത്തരും. അപ്പോൾ കവിതയുടെ ആമുഖമായിട്ട് എഴുതിയിരിക്കുന്നതാണ് കവി ഓർ കവിത ക പരിചയം. അപ്പം ഒരു ടിപ്പണി എഴുതാൻ ചോദിച്ചാൽ കവിതയുടെ ഇങ്ങനെ വേണം ആരംഭിക്കാൻ. അത് മലയാളമാണേലും ഇംഗ്ലീഷ് ആണേലും ഹിന്ദി ആണേലും ഒക്കെ ഇങ്ങനെയായിരിക്കും എഴുതുക. अगला कविता का आशय दिया है. व्यक्ति को मैं नहीं जानता था, हताशा को जानता था, कहते ही वे जानने की हमारी उस जानी पहचानी रूढ़ी को तोड़ देते हैं जो व्यक्ति के नाम, पदे, उम्र, ओहदे या जाति से जानने को जोड़ती है. यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते हैं? നോക്കൂ ആ പാരഗ്രാഫ് ഒന്നുകൂടെ നോക്കൂ. व्यक्ति को मैं नहीं जानता था, हताशा को जानता था, कहते ही वे जानने की हमारी उस जानी पहचानी रूढ़ी को तोड़ देते हैं. ജാനി പഹജാനി രൂഢി മനെ പരമ്പരാഗതമായിട്ടുള്ള അർത്ഥം, ആശയം. വ്യക്തിയെ എനിക്കറിയില്ല, പക്ഷെ ഹതാശനായിട്ടുള്ള ആ മനുഷ്യനെ എനിക്കറിയാമായിരുന്നു എന്ന് പറയുന്നത് കൊണ്ട് കവി ജാനിന എന്നുള്ള ശബ്ദത്തിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള പ്രയോഗത്തെ ഇവിടെ തകർക്കുകയാണ്, മാറ്റുകയാണ് ചെയ്യുന്നത്. जानने शब्द से एक व्यक्ति के नाम, पदे, पदा माने अड्रेस, उम्र, उम्र माने आयु, वयस, एज, ओहदे, ओहदे माने पदवी, पोजीशन, या जाति से जानने को जोड़ती है. पर जानने शब्द का रूढ़िग्रस्त अर्थ क्या है? एक व्यक्ति के नाम, पदे, उम्र, ओहदे या जाति से जानने से जोड़ती हो. क्लियर ആകുന്നുണ്ടോ? ക്ലിയർ ആകുന്നുണ്ടോ? ആ ഭാഗം ഒന്ന് പുസ്തകത്തിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. എല്ലാ വർഷവും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ജാന്നെ ശബ്ദക്ക രൂഢിഗ്രസ്ത് അർത്ഥ ക്യാ ഹേ? എന്തായിരിക്കും അതിൻ്റെ ഉത്തരം? एक व्यक्ति के नाम, पदे, उम्र, ओहदे, ओहदे माने पोजीशन, पदवी या जाति से जानने को जोड़ती है. അപ്പോൾ ജാന്ന എന്ന് പറയുന്ന വാക്കിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള അർത്ഥം അല്ലെങ്കിൽ നമ്മുടെ പ്രയോഗത്തിലുള്ള അർത്ഥം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര്, അഡ്രസ്സ്, വയസ്സ്, പദവി, ജാതി ഇതുമായിട്ട് ബന്ധിപ്പിക്കുന്നു. लेकिन कवि कहता है यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता और संकट से, उसके संकट से नहीं जानते तो हम कुछ नहीं जानते. എന്നാൽ കവി പറയുകയാണ്, ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാൾ നിരാശനാണോ, അപകടം പറ്റിയ ആളാണോ, ആപത്ത് പറ്റിയ ആളാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഒന്നും മനസ്സിലാക്കുന്നില്ല. सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते? റോഡിൽ അപകടം പറ്റി കിടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് നമ്മൾ പറയുകയാണ് ഞാൻ അയാളെ അറിയില്ല, അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട്, അല്ലേ? അപകടം പറ്റിയ ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ പറയുകയാണ് ഞാൻ അയാളെ അറിയുകയില്ല എന്ന് പറയുന്നത് ശരിയായിരിക്കുമോ? അല്ല, നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് കാണുമ്പോൾ അറിയാം അയാൾ അപകടത്തിൽപ്പെട്ട് കിടക്കുകയാണ്, നമ്മുടെ സഹായം, പരസഹായം അയാൾക്ക് ആവശ്യമാണ്, പ്രഥമ ശുശ്രൂഷ നൽകണം അല്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോകണം എന്ന് നമുക്ക് മനസ്സിലാകും.
കവി പറയുകയാണ് ഇതിനെയാണ് ജാനിന എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കവിയുടെ ആശയത്തിലെ ജാന്ന എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ഈ ഭാഗം നോട്ട് ചെയ്ത് വെക്കുക. ഏതാ? हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से जानना कहते हैं. एक व्यक्ति के हताशा, निराशा, असहाय और संकट से जानने का मतलब होता है. कवि की राय में जानने का मतलब होता है. क्लियर आयो? അത് അപ്പോൾ പരമ്പരാഗത രീതിയിൽ ജാനന എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരു വ്യക്തിയുടെ പേര്, ഊര്, പദവി, ജാതി മുതലായത് മനസ്സിലാക്കുക. എന്നാൽ കവി പറയുകയാണ് ജാനന എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാൾ ഹതാശനാണോ, നിരാശനാണോ, അസഹായനാണോ, സങ്കടമാനെ ആപത്തിൽപ്പെട്ടതാണോ എന്ന് മനസ്സിലാക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം. ക്ലിയർ ആയോ? അപ്പോൾ ഇത് രണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. പഠിച്ചു വെക്കണേ, കാണാതെ പഠിച്ചു വെക്കണേ. ഇനി അടുത്ത ഭാഗം നോക്കൂ പുസ്തകത്തിൽ. वास्तव में हम जानते हैं कि एक व्यक्ति मुसीबत में है. मुसीबत माने संकट में, ആപത്ത്. നമ്മളൊരു മുസീബത്തിൽപ്പെട്ടേക്ക് മലയാളത്തിൽ പറയുന്നല്ലേ? മുസീബത്ത്, ആപത്ത്. और इसे हमारी मदद की जरूरत है. मदद माने सहाय, हेल्प. यह कविता मनुष्य की तरह जानने की याद दिलाती है. അപ്പോൾ ഈ കവിതയുടെ പ്രത്യേകത എന്താ? മനുഷ്യ की तरह जानना, മനുഷ്യനെ മനുഷ്യനായി കാണുക, മനുഷ്യനായി കാണുക. യാദ് ദിലാത്തി, ഇത് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ കവിത. ക്ലിയർ ആയി? कवि लगातार नकी जानने और जानने का बयान करती है. बयान माने वर्णना करती है. शिल्प की इस बारीकी कारीगरी को देखे. ഇതിൻ്റെ വളരെ ലഘുവായിട്ടുള്ള നേരിയ ശില്പചാതുര്യം ഒന്ന് നോക്ക്. ഓ മുച്ചൻ ബയാൻ വർണ്ണന. वो मुझे नहीं जानता था, हाथ बढ़ाने को जानता था. हम एक दूसरे को नहीं जानते थे, साथ चलने को जानते थे. एक नहीं जानना और जानना कविता में किसी लोकगीत के स्थाई की तरह बार बार लौटता है. ലോകഗീത് മാനെ നാടൻ പാട്ട്. നാടൻ പാട്ടിലെ ഈ ലൈനുകൾ ആവർത്തിച്ച് പാടുമല്ലോ, അതേപോലെ ഈ കവിതയിലും നാടൻ പാട്ടിനെ അനുസ്മരിക്കത്തക്ക രീതിയിൽ ജാനിന ഔർ ന ജാനിന, നഹി ജാനിന എന്ന് പറയുന്ന ശബ്ദം ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുന്നു. गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है याद नहीं आ रहा है. ഇങ്ങനെ ഈ ശബ്ദങ്ങൾ മാറി വീണ്ടും ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ഈ കവിതയ്ക്കൊരു സംഗീതാത്മകതയും താളബോധവും ഒക്കെ വന്നിരിക്കുന്നു. അത് കവിതയുടെ മറ്റൊരു പ്രത്യേകതയാണ്. അടുത്തത് നോക്കൂ. जैसे किसी गजल में आखिरी शेर के आखिरी शब्द श्रोताओं की जुबान पर आपसे आप आ जाते हैं, वैसे ही इस कविता में अंतिम शब्द यानी साथ चलने के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे. जैसे किसी गजल में, गजल എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഗസൽ ഉറുദുവിലുള്ള പദ്യങ്ങളാണ് ഗസൽ എന്ന് പറഞ്ഞു. ഉറുദു ഭാഷയിലൊക്കെ എഴുതപ്പെട്ടിരിക്കുന്ന ഗസലുകൾ, മലയാളത്തിലും ഗസലുകളൊക്കെ ഉണ്ട്. ഗസൽ മേ ആക്കിരി ഷേർ കി ആക്കിരി ശബ്ദ, ആക്കിരി ഷേർ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ലൈനിലെ ആക്കിരി ശബ്ദ, ആക്കിരി മാനെ ലാസ്റ്റ്, അവസാനത്തെ ശബ്ദം. ശ്രോതാവോं के जुबान पर, जुबान माने ടങ്, നാവ്. ആപ്സെ ആപ്പ് ആ ജാത്തെ ഹി. അപ്പോൾ ഈ ഗസലുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ അവസാനത്തെ പദങ്ങളിലെ അവസാനത്തെ ശബ്ദം ഇങ്ങനെ ആവർത്തിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് കുറച്ചു നേരം പാടിക്കഴിയുമ്പോൾ ശ്രോതാക്കളുടെ നാവിൽ ഈ ശബ്ദം ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇതേപോലെ ഈ കവിതയിലും इस कविता में अंतिम शब्द यानी अर्थात
സാസാത്ത് ചലന, സാസാത്ത് ചലന എന്നുള്ളതിന് ശേഷം കവിത അവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ ശ്രോതാക്കളായിട്ടുള്ള നമ്മളുടെ നാവിൽ ജാൻതേ തേ എന്ന് പറയുന്ന ശബ്ദം ഓട്ടോമാറ്റിക്കായിട്ട് അറിയാതെ അവിടെ വന്നു ചേരും. അത്രയും സംഗീതാത്മകതയുള്ളതാണ് ഈ കവിത എന്ന് കവി പറയുകയാണ്. അടുത്തതിലേക്ക് പോവാം. यह कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. यह कविता जानना शब्द का रूढ़िग्रस्त अर्थ, रूढ़िग्रस्त अर्थ माने परंपरागतമായിട്ടുള്ള അർത്ഥം, ഡിക്ഷണറിയിലുള്ള അർത്ഥം, പൂരി തരക്ക് ബദൽ ദേത്തി ഹെ, ബദൽന മാനെ മാറ്റുക. അപ്പോൾ ഈ കവിത ജാനന എന്നുള്ള ശബ്ദത്തിന്റെ പരമ്പരാഗത അർത്ഥത്തെ ഇവിടെ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ കണ്ടല്ലോ, ജാന്ന എന്ന് പറയുന്ന ശബ്ദത്തിന്റെ യഥാർത്ഥ പരമ്പരാഗത അർത്ഥം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് എല്ലാ ഡീറ്റെയിൽസും അറിയുക എന്നുള്ളതാണ്. എന്നാൽ കവിതയിൽ ജാന്ന എന്ന് പറയുന്ന ശബ്ദത്തെ ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാൾ हताशनाणो, निराशनाणो, संकट में पड़ा है, इसी प्रकार की बोध होना ही जानने शब्द का अर्थ होता है. इस कविता की पहली 2 पंक्तियों में ही कवि अपनी पूरी बात कह देता है. ആദ്യത്തെ 2 ലൈനിലെ കവിതയുടെ ആശയം, കവിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു തീർക്കുകയാണ്. ശേഷ് പങ്ക്തിയോ ഉസി കഹേ ഗയേ കോ, ആ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യത്തെ ഔർ സഖന് അവർ ഗഹര കരാത്തി ഹെ, അതിനെ ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കുകയാണ്, ദൃഢമാക്കുകയാണ്. സഖന് മനെ ദൃഢമാക്കുക. कविता का संदेश है 2 मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है. जानकारियां जरूरी नहीं. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കവിത കാ സന്ദേശേക്ക്, ഈ കവിതയുടെ സന്ദേശം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഒരു പോയിന്റ് ആണല്ലോ അവസാനം ചേർക്കേണ്ട. കവിത കാ സന്ദേശ് ടിപ്പണിയിൽ കൊടുത്തിരിക്കുകയാണ്. കവിത കാ സന്ദേശേക്ക്, കവിതയുടെ സന്ദേശം എന്ന് പറയുന്നത് 2 മനുഷ്യോं के बीच, 2 മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത കാ അവസാസ് യാനി മാനവീയ സംവേദന ഹോനാ ശരി, 2 മനുഷ്യർ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ മനുഷ്യത്വം, മാനവീയ സംവേദന അവരുടെ ഇടയിൽ ഉണ്ടാകണം. ജാൻകാരിയാ സരൂരി നഹി, പകരം ഇങ്ങനെയുള്ള അറിവുകൾ, അതായത് ആ വ്യക്തിയെക്കുറിച്ചുള്ള അറിവുകളല്ല വേണ്ടത്, മനുഷ്യത്വമാണ് ഒരു മനുഷ്യനെ കാണുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവേണ്ടത്. മനുഷ്യത്വം എന്താ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ? മാനവീയത, മനുഷ്യത്വം, മനുഷ്യത. എന്തായിരിക്കും മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ? അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ട്, മനുഷ്യത്വം. എന്തായിരിക്കും അതിന്റെ അർത്ഥം? എല്ലാവരും ഇങ്ങനെ പറയുന്ന ഒരു മനുഷ്യത്വം ഇല്ലാത്ത ആളാണ് പറയല്ലേ. എന്ന് പറഞ്ഞാൽ മറ്റൊരു മനുഷ്യനെ കാണുമ്പോൾ അയാളും നമ്മളെ പോലെ തന്നെയുള്ള ജീവനുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെയുള്ള ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കുകയാണ് മനുഷ്യത്വം. മറ്റൊരു മനുഷ്യനും നമ്മളെ പോലെ തന്നെ മജ്ജയും മാംസവും അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെയുള്ള മനുഷ്യരാണെന്ന് മനസ്സിലാക്കുന്നതിനെയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. അപ്പോഴാണ് പല കാര്യങ്ങളും സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക, പലതും നമ്മൾ വകവെച്ച് കൊടുക്കുക ഒക്കെ ചെയ്യുന്നത് മനുഷ്യത്വം. അപ്പം മറ്റൊരു മനുഷ്യനെ കാണുമ്പോൾ അയാളും മനുഷ്യനാണെന്ന് നമ്മൾക്ക് മനസ്സിലുള്ള ആ ഭാവത്തെയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. അപ്പോഴും നമ്മുടെ ഈ അഹങ്കാരങ്ങളും തന്മയത്വവും ഒക്കെ അഹങ്കാരമില്ലാതെയാകും, തന്മയത്വമുള്ളവരായിത്തീരും, മറ്റു മനുഷ്യരെ സഹായിക്കുന്നവരായിത്തീരും, അയാളും നമ്മുടെ സഹജീവിയാണെന്നൊരു ബോധം നമ്മളിലുണ്ടാവും. ഹിന്ദു യഹ് സന്ദേശ് കവിതാമേ ഉപദേശ് കി തരഹ്നഹി ആത്താ ഹെ. പക്ഷേ ഈ കവിതയിൽ സന്ദേശം ഒരു ഉപദേശം പോലെ വരുന്നില്ല. കവിതയുടെ ആശയം മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നതാണ് ഈ കവിതയിലെ സന്ദേശം. അത്രയും കാര്യം മനസ്സിലായോ? കവിതയുടെ ആശയം ക്ലിയർ ആയോ? ഇനി നന്നായിട്ട് വായിക്കുക വീട്ടിൽ പോയിട്ട്, എന്നിട്ട് അതിൻ്റെ ആശയം എഴുതി വെക്കണം കേട്ടോ. കവിതയുടെ ആശയം എഴുതണം, ടിപ്പണി നന്നായിട്ട് പഠിക്കുകയും ചെയ്യണം. അപ്പോൾ കവിതയിൽ നിന്നും ടിപ്പണി ഭാഗത്തിൽ നിന്നുമൊക്കെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. പ്രധാനപ്പെട്ട 2 പോയിന്റ് ഞാൻ പറഞ്ഞത് കണ്ടല്ലോ. जानने का कवि का अर्थ और रूढ़िग्रस्त अर्थ. പിന്നെ കവിതയിൽ നിന്നൊക്കെ ചോദിക്കാം. ഇനി എൻ്റെ വ്യാകരണ ഭാഗം നോക്ക്.
പുസ്തകത്തിൽ കാണുന്നുണ്ടല്ലോ, टिप्पणी के आधार पर तालिका भर दिए, जानने के रूढ़ीग्रस्त आधार, जानने के असली आधार. പട്ടിക ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ജാന്നൊക്കെ രൂഢീഗ്രസ്ത ആധാർ, പരമ്പരാഗത അർത്ഥത്തിൽ ജാന്ന എന്ന് പറയുന്നതിൻ്റെ അർത്ഥത്തിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇനി കവിയുടെ അർത്ഥത്തിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ അടുത്ത ചോദ്യം, കവിത पर टिप्पणी लिखते समय किन किन बातों पर ध्यान देना है. ആദ്യം ഞാൻ ആ ബോർഡിൽ കാണിച്ചു തന്നത് പോയിന്റുകൾ 5-6 പോയിന്റ്. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. ഇനി കവിയെക്കുറിച്ചും അതോടൊപ്പം തന്നെ അതിൻ്റെ ലേഖകനെ കുറിച്ചും ഒക്കെ പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗമാണ്.